ഹായ് എല്ലാവർക്കും നമസ്കാരം. രാജിതൻ നേച്ചർ ഡയറിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കടലക്കറിയാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു കടലക്കറിയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ് ആ കറി. അപ്പോൾ ഈ കറി എന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ ചപ്പാത്തിക്ക് നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല നന്നായി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കടല നന്നായിട്ട് വേവിക്കുകയാണ്. വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഉരുളക്കിഴങ്ങും ഒരു ചെറിയൊരു തക്കാളിയും സബോളയും ഇട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിയും ഉപ്പും അങ്ങനെ മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുകയാണ്. അത് വേവിച്ചെടുത്തതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായി കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അത്യാവശ്യം നന്നായി ഒരു ബ്രൗൺ കളറാവണ വരെ നന്നായി അങ്ങോട്ട് കരിയാതെ അങ്ങോട്ട് വറുക്കുക. വറുത്ത് കഴിഞ്ഞാൽ അത് മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിക്കുക. കറിയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് സാധാ നമ്മൾ കടുക് പൊട്ടിക്കുമല്ലോ കറിയൊക്കെ, അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് അങ്ങോട്ട് കറി തിളച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റാട്ടോ അത്. നല്ലൊരു മണവും ഇതൊക്കെയാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നൂൽപുട്ടിനും ചപ്പാത്തിക്കൊക്കെ. ഞാൻ ഇടയിൽ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. വറ്റൽമുളകും മല്ലിയൊക്കെ ഈ തേങ്ങയിലിട്ട് വറുത്തരയ്ക്കണമെന്ന് വെച്ചാൽ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. ഞാൻ ഈ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ മല്ലി മുളക് പൊടിയൊക്കെ ഈ വറുത്ത് പൊടിക്കുന്ന കാരണം അതിൻ്റെ ആവശ്യമില്ലാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിൽ ഇങ്ങനെ പൊടിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഈ കറിയിലിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ തേങ്ങയിൽ തന്നെ നമ്മുടെ വറ്റൽമുളകും മല്ലി ഇട്ടിട്ട് തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി വറുത്ത് അരയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അത് വറുത്തരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് മണമൊക്കെയാണ് നമുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഓരോരുത്തർ കണ്ടിട്ട് രാജി നന്നായിട്ടുണ്ട് കേട്ടോ നിൻ്റെ വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഓരോ കമൻറ്റൊക്കെ തരണേ എൻ്റെ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഹായ് എല്ലാവർക്കും നമസ്കാരം. രാജിതൻ നേച്ചർ ഡയറിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കടലക്കറിയാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു കടലക്കറിയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോറിനൊക്കെ ഉപയോഗിക്കുന്നതാണ്, കുട്ടികൾക്ക് ഇഷ്ടമാണ് ആ കറി. അപ്പോൾ ഈ കറി എന്ന് വെച്ച് പറഞ്ഞാൽ ഞാൻ ചപ്പാത്തിക്ക് നൂൽപുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടല നന്നായി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കടല നന്നായിട്ട് വേവിക്കുകയാണ്. വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഉരുളക്കിഴങ്ങും ഒരു ചെറിയൊരു തക്കാളിയും സബോളയും ഇട്ട് മഞ്ഞൾപ്പൊടിയും മല്ലിയും ഉപ്പും അങ്ങനെ മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുകയാണ്. അത് വേവിച്ചെടുത്തതിന് ശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നന്നായി കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അത്യാവശ്യം നന്നായി ഒരു ബ്രൗൺ കളറാവണ വരെ നന്നായി അങ്ങോട്ട് കരിയാതെ അങ്ങോട്ട് വറുക്കുക. വറുത്ത് കഴിഞ്ഞാൽ അത് മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് ഈ കറിയിലോട്ട് ഒഴിക്കുക.